കാണാം. നിങ്ങൾ എന്നിട്ട് പുസ്തകത്തിലെ പണ്ട് സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ച് നിങ്ങൾ എന്തായി ചെയ്ത്? നിങ്ങൾ ആദ്യം പറഞ്ഞ് ജുമാ ജമാഅത്തിലെ കാന്തപുരം പണ്ട് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ശരിക്കുള്ള വേഷത്തിൽ പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രച്ഛന്ന വേഷത്തിൽ പോകാൻ, പ്രച്ഛന്ന വേഷത്തിൽ പള്ളിയിൽ പോകാൻ ആദ്യം കാന്തപുരം ഈ പുസ്തകത്തിലെ അവര് നോക്കൂ നിങ്ങൾ, സ്ത്രീകളും ജുമാ ജമാഅത്തും കാന്തപുരം അതിൽ കാണാം. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. അപ്പൊ ശരിക്കും പോയിക്കൂടാ. അപ്പൊ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താ? സക്കരിയ സ്വലാഹി അത് പറയാൻ നല്ലത്. മൂപ്പര് പറയേണ്ടത് പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാല് നല്ല ചെറുപ്പക്കാരത്തിയുള്ളൊരു കഞ്ഞിപ്രാക്കും വെള്ളക്കാച്ചും മാമാരെ കുപ്പായ കെട്ടിട്ട് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തള്ളയിട്ട് ഇങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ ഇങ്ങനെ വടിയും കുത്തിയാലും ആരാവരും പള്ളിക്ക് പോകാം, അല്ലെങ്കിൽ പോയി കൂടാനാണ് ആദ്യം കാന്തപുരം പറഞ്ഞത്. സക്കരിയ സ്വലാഹി അത് സ്റ്റേജ് മുഴുവൻ വരെ പ്രച്ഛന്ന വേഷം കളിയാക്കിയപ്പോ പിൻവലിച്ചില്ലേ നിങ്ങളെ പുസ്തകത്തിൽ ആ പ്രച്ഛന്ന വേഷം പിൻവലിച്ചില്ലേ? പുതിയ പുസ്തകം നോക്കൂ, സ്ത്രീ ജുമാ ജമാഅത്ത് കാന്തപുരം, പുതിയ ചട്ട പുതിയ മുഖം. അതിൽ നമുക്ക് കാണാം മുപ്പര് ഈ കാര്യം എന്താ പറയുന്നത്? ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ പോകുന്നതിന് വിരോധമല്ല. പ്രച്ഛന്ന വേഷം അവിടെ പോയി നിങ്ങൾ കട്ടില്ലേ? നിങ്ങളെ കൊണ്ട് പലതും പഠിപ്പിച്ചു തരും. കാന്തപുരത്തിനപ്പം സക്കരിയ സ്വലാഹി പഠിപ്പിച്ചത് അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. പ്രച്ഛന്ന വേഷമാണ് പോയാൽ പിന്നെന്താ? പിന്നെ ശരിക്കുള്ള വേഷം, ശരിക്കുള്ള വേഷമാകുമ്പോ പിന്നെ എന്തും കാണിക്കാലോ. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ എന്റെ കോലം. ഇനിയൊന്ന് വെക്കുമോനെ, ഓരോ പുസ്തകവും വെക്ക്. ആ ശബ്ദധാരാവലിയിൽ പ്രച്ഛന്നം എന്ന് പറഞ്ഞാൽ അർത്ഥവും വെക്ക്. ഓരോന്ന് പറ്റ ശബ്ദധാരാവലി. ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള. അതാ മറഞ്ഞ മറഞ്ഞ ഗൂഢമായ, അതാണ് അതിന്റെ അർത്ഥം. പ്രച്ഛന്നം എന്ന് പറഞ്ഞ അർത്ഥം. ഈ മൗലവിമാർക്ക് അറബിയും അറിയില്ല, മലയാളം അറിയില്ല. മലയാളം പഠിക്കണ്ടേ ഈ മൗലവിമാര്? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തുണ്ടായിരുന്നു. പിരിവെടുത്ത് തരില്ല നിങ്ങൾക്ക്. ഇനി ബാക്കി ഇത് പഴയ പുസ്തകത്തിന്റെ രൂപങ്ങളാണ്. ഈ രൂപത്തിലേ അല്ല പുതിയ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേർക്കുകയും കൂട്ടുകയും അധ്യായങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകത്തിൽ അധ്യായമൊന്നുമില്ല, ചെറിയ പുസ്തകമാണ്. പിന്നെ വലിയ പുസ്തകമേ. ആ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞ എന്താ? ഈ മറിഞ്ഞുകൊണ്ട് പോകണോ എന്നുള്ളത് ഒഴിവാക്കി. അതെവിടെ പോന്നെന്തിനാ അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല വലിയ കള്ളത്തരോ. ജുമാ ജമാഅത്തിന് അല്ലാതെ എന്നാ പറഞ്ഞത്, എന്നിട്ട് ആ ജുമാ ജമാഅത്തിന് പോകാമെന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. കളവ് പറയുമ്പോ ഒരല്പം നാണം വേണ്ടേ? എന്നാ പോട്ടെ, ഇതിലെന്താ പറയുന്നത്? പുതിയ പുസ്തകത്തിൽ അടുത്ത പുസ്തകം വെക്കുവാനെ അതേ ആശയം 82-ാമത്തെ പേജിൽ പറയും. അതെ, വായിച്ചോളൂ. ഇങ്ങനെ ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ദർശനം പാടില്ലെന്നും, ദർശനം വെച്ചാൽ കാണല്, അതിനിടവരുന്ന രൂപത്തിൽ വെളിവാക്കരുതെന്നും ബോധ്യപ്പെട്ടു. സ്ത്രീക്ക് അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാൻ അനുമതി നൽകുന്ന രൂപത്തിൽ മേൽ നിയന്ത്രണത്തെ ഇസ്ലാം വീണ്ടും കർശനമാക്കുന്നു. അപ്പൊ എവിടെ പോവാണെങ്കിലും മറിഞ്ഞുകൊണ്ടല്ലാതെ പോകാൻ പാടില്ല എന്നത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കാരണം ഉസ്താദ് ആദ്യം പുസ്തകം എഴുതുന്ന കാലത്ത് മൗലൈമാര് പള്ളിയിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാറുള്ളൂ. ഈ പുസ്തകം എഴുതുന്ന കാലമായപ്പോ മൗലൈമാര് കൂടെ സ്റ്റേജിൽ കൊണ്ടുപോകുന്ന കാലമായി. അപ്പൊ വെറും പള്ളിന്റെ മസാല പറഞ്ഞാൽ പോരാ, അതുകൊണ്ട് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിട്ട് മസാല പറഞ്ഞതാണ്. ഉസ്താദ് അവർകൾ മറക്കാതെ ഒരു സ്ഥലത്തും പോയി കൂടാ. ഇത് മൂടി വെച്ചിട്ട് പറയാ ഞങ്ങൾ തിരുത്തിച്ചില്ലേ, മാറ്റിച്ചില്ലേ, കാന്തപുരത്തിനെ കൊണ്ട് മാറ്റിച്ചില്ലേ. എന്ത് മാറ്റിച്ചില്ലേ? ഇത് കേൾക്കുന്നവർക്ക് തോന്നും അപ്പൊ മുജാഹിദീങ്ങൾ ഭയങ്കര തന്നെയാണ്, കാന്തപുരത്തിനെ കൊണ്ടൊക്കെ മാറ്റിച്ചില്ലേ ഇവര്. എന്തിനാണ് ഇത്തരത്തിലുള്ള വഞ്ചന? ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദജ്ജാലുന, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി കബളിപ്പിക്കുന്നവരാണവർ. കദ്ദാബുന, പാച്ചക്കള്ളം പറയുന്നവരാണവർ. യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും കേൾക്കാത്ത പുതിയ ആശയങ്ങൾ, പുതിയ വർത്തമാനങ്ങൾ അവർ പറയും. സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് മാറ്റിയ ചില സംഗതികൾ പറയട്ടെ.